ഇവർ ശരീരത്തിൽ കയറി ചെയ്യുന്നത് കണ്ട് രസിക്കുന്നവർ ഇതിലുണ്ടാകും. ഇവർക്ക് നരകം ശാശ്വതമായി കിട്ടുന്നവരിൽപ്പെട്ടവർ തന്നെ. മുഹമ്മദ് ഇവരെക്കുറിച്ച് എഴുതിയത് കേട്ടോളൂ. അവർ കൂട്ടമായി ശരീരത്തിൽ കയറിയിരിക്കുന്നത് വട്ടിയം തോട്ടിൽ പോകാറുണ്ടായിരുന്നു. അവിടെ എത്തിയാൽ മാത്രമേ ഭക്ഷണവും വെള്ളവും കുടിക്കുക. നടക്കുമ്പോൾ ഭാരം സാധാരണ ഉള്ള മനുഷ്യഭാരത്തേക്കാൾ ഒരാളുടെ ഭാരം 2 കിലോ കൂടും. കൂടുതൽ പേരുണ്ടെങ്കിൽ അതിലും കൂടുതലായിരിക്കും. ഇവർ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും നടക്കുന്നത്. ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ശരീരത്തിലുള്ള ആളുടെ കയ്യിലായിരിക്കും. ഇങ്ങനെയുള്ളപ്പോൾ മനസ്സിലാക്കുക, ഇടയ്ക്കിടയ്ക്ക് പനിച്ചുണ്ടോ എന്ന് നോക്കുക. ജലദോഷം, പെട്ടെന്ന് വയറിളകുക, പെട്ടെന്ന് മുടി വലുതാകുക, കുറച്ച് ദിവസം കൊണ്ട് തടിക്കുക, വെയിറ്റ് കൂടുന്നത്, തല പെരുകുന്നതുപോലെ തോന്നുന്നത്, നടുവേദന, പരടിവേദന, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരാളെ ആത്മഹത്യ വരെ ചെയ്യിക്കാൻ ഇവർക്ക് സാധിക്കും. ഇത്ര വലിയ കൊടും ക്രൂരത വരെ റംഷാദ് എന്ന ഹഫ്സീർ ദജ്ജാലും അനുയായികളും ചെയ്യുന്നത്. ചില വലിയ ആത്മഹത്യ ചെയ്ത ആളുടെ പിന്ദ്വാരത്തിൽ നിന്ന് ചോര കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ തന്നെ കൊന്നതാവാൻ സാധ്യത. ഇതറിയാവുന്ന ജാബിർ എന്ന ഒരു തനും ഒരു കുടുംബവുമുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പ്രദേശത്തെ കനറ ബാങ്കിന് സമീപമുള്ള തായിലക്കണ്ടി എന്ന കുടുംബത്തിലെ എല്ലാവർക്കും നരകം ശാശ്വതമായി കിട്ടുവാൻ വേണ്ടി മുഹമ്മദ് പ്രാർത്ഥിച്ചു തുടങ്ങി. പുറത്തു കാണുന്ന മാന്യമായ മുഖം, അകത്ത് ചന്നായേക്കാൾ മോശമാണിവർ. മുഹമ്മദിന് കണ്ണിനു കുഴപ്പം. നിങ്ങൾക്ക് കണ്ണും കാതുമുണ്ടായിട്ട് കാര്യമില്ലാതെ വന്നു. ഹറാം മാത്രം തിന്നും കുടിച്ചും ചെയ്തും നിങ്ങളിൽപ്പെട്ട കുറച്ചുപേർ ഒഴികെ എന്ന് മുഹമ്മദ് എഴുതി. എന്തിനാണ് എങ്ങനെ എഴുതിയത് എന്ന് ഇതുണ്ടാകുന്ന എനിക്ക് മനസ്സിലായില്ല. ദജ്ജാൽ എന്ന ഹഫ്സീർ സൃഷ്ടിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞുതരാം. 1995നും 2000നുമിടയിൽ മരണപ്പെട്ട ഒരാൾ നാട്ടിലേക്ക് 2001നും 2004നുമിടയിൽ എത്തിച്ചെല്ലുന്നു. അദ്ദേഹത്തിന് ശരീരത്തിലുള്ളത് ചുവപ്പു നിറത്തിലുള്ള ചോരയല്ല, കറുത്ത നിറത്തിലുള്ള രക്തമാണ്. അദ്ദേഹം ഉള്ളത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന പ്രദേശത്തെ കനറ ബാങ്കിന് സമീപമുള്ള തായിലക്കണ്ടി എന്ന കുടുംബത്തിലെ സജീർ തായിലക്കണ്ടി എന്ന പേരിലാണ്. ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ശരീരത്തിൽ കറുത്ത നിറത്തിലുള്ള രക്തമാണ് ഉള്ളത്. എന്നുവെച്ചാൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോട് ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അത് മനസ്സിലാകും എന്നു മാത്രം. തിരിച്ചെത്തിയ സജീർ എന്ന മനുഷ്യരൂപത്തിലുള്ള ആൾ പല കഴിവുകളും കാണിച്ച് ആളെ വശത്താകുവാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ കൂടി അയാളെ തല്ലിക്കൊന്നു. അയാൾ മരിച്ചുവെന്ന് കരുതി കുഴിച്ചിട്ടു. അയാൾ പിന്നെയും എണീറ്റുവന്നു. വീണ്ടും ആൾക്കാർ കൂടി അടിച്ചു കൊന്നു, കുഴിച്ചുമൂടി. പക്ഷെ വീണ്ടും വന്നു. അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണവും കഴിച്ച് അതിലുള്ള കുട്ടികൾക്കും ചുവന്ന രക്തത്തിനു പകരം കറുത്ത നിറമുള്ള രക്തം.